പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കാണുന്ന വ്യൂ അല്ല ഒരു രാഷ്ട്രീയക്കാരൻ കാണുന്നത്. നമ്മളെയാണല്ലോ മച്ചമ്പി. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നൊരു കാര്യമാണ് വേടന്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അധികാരം കൈയാളുന്നവരിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില വരികൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അത് ആ അധികാരം ആരാണോ കൈയാളുന്നത് അവരുടെ തന്നെ നേതാക്കന്മാർ വന്നു വളരെ വേടന്റെ ഭാഷയ്ക്ക് ശുദ്ധിയില്ല എന്ന് പറയുന്ന കാലത്തേക്ക് വന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല. അപ്പൊ അത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്കല്ല, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് രവിസാറിന്റെ അഭിപ്രായം? പറഞ്ഞു കൊടുക്കണേ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. ഇപ്പൊ വേടൻ ഇഷ്യൂല് പലയിടത്തും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു BJP-യുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിൽ നമുക്കതൊക്കെ മാറ്റി വയ്ക്കാം. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്, വിഷമം തോന്നില്ല. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇന്ന് ഒരു 4 വയസ്സായിട്ടുള്ള കുട്ടിയും 45 വയസ്സായിട്ടുള്ള ആളും വരയ്ക്കും. വേടന്റെ മുകളിൽ ക്രൈസാണ്. യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ. ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല. ദാറ്റ് ഈസ് കല. എന്ത് പറഞ്ഞു, ആരെ പറഞ്ഞു എന്നുള്ളതല്ല. എന്നാൽ എന്നോട് ഇത് വേണ്ടായിരുന്നു. അതിന്റെ മുകളിൽ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇതുപോലെ ഏതെങ്കിലും നേതാവിനെ പറ്റി പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കല പോയി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. അപ്പൊ ഇന്ന് ഇത്രയും ക്രൗഡിന് ഈ മനുഷ്യന് പുള്ളി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ലീവ് നിർത്തണോ? സൂക്ഷിച്ച് സംസാരിക്കണം. താനും സൂക്ഷിച്ച് സംസാരിക്കണം. കിഴങ്ങൻ എന്റെ മറ്റവനെ കിഴങ്ങൻ. കലയായിട്ട് വിട്ടേക്കും. അതിന്റെ പേരിൽ പോയി കേസ് കൊടുക്കുന്നത് എന്റെ പാർട്ടി അത് എഗ്രി ചെയ്യുന്നില്ല. ഞാൻ പാർട്ടി പ്രസിഡന്റ് പ്രസിഡന്റിനോ നീ എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ പതുങ്ങി ഇരിക്കുകയായിരുന്നു. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. കഷ്ടായി പോയി. ബിക്കോസ് എന്നോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന് പേരിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അത് സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരുന്നത്. அப்போ நான் பொட்டனா? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? സോ അങ്ങനെ കലയെ കൊല്ലുന്ന രാഷ്ട്രീയം എനിക്കില്ല. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷമായി.